ലീഗ് വീട് വെച്ചു കൊടുത്തല്ലോ. ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു വയനാട് ദുരന്ത ബാധിതർക്ക്. അപ്പൊ ഈ ലീഗ് ഭൂമി വാങ്ങിയപ്പോൾ സർക്കാർ ലീഗിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചെന്നും ഈ പറയുന്ന ഇതിന്റെ പണി, അതായത് ഈ വീട് പണിയുടെ പ്രോസസ്സിംഗ് ഒക്കെ സർക്കാർ ഇടപെട്ടുകൊണ്ട് തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള രീതിയിൽ കോൺഗ്രസ് വലിയൊരു പ്രചരണം നടത്തിയിരുന്നു. അതായത് വലിയ ഈ നേതാക്കന്മാരെല്ലാം പലപ്പോഴായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പല ആവർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് സർക്കാർ ഇടപെടുന്നു, ലീഗ് വീട് നൽകുന്നതിൽ സർക്കാരിന്റെ വലിയ ഇടപെടൽ നടന്നു, തടസ്സപ്പെടുത്തുന്നു, പേപ്പറുകൾ മൂവ് ചെയ്യുന്നില്ല, ഈ രീതിയിലൊക്കെയുള്ള പ്രചരണം നടത്തി. ഈ പ്രചരണം, അതായത് ഈ കോൺഗ്രസ് പറഞ്ഞ പ്രചരണങ്ങളെ എല്ലാം വെട്ടിയിരിക്കുകയാണ് ഈ പറയുന്ന ലീഗിലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇടപെടലേ നടന്നിട്ടില്ലെന്നും സർക്കാർ പൂർണ്ണ പിന്തുണ ലീഗിന് കൊടുത്തു എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞേക്കുന്നത്. സത്യമാണ്. പിന്നെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ, ശരിക്കും കുഞ്ഞാലിക്കുട്ടി ഒരു പൊളിറ്റിക്കൽ മാന്യതയാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിപ്ലിനാണ് കാണിച്ചത്. അതിൽ കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ തരവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കുള്ളൂ. സർക്കാർ എപ്പോഴാണ് ബുദ്ധിമുട്ടിച്ചത്? കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഭൂമി കണ്ടു. ആദ്യം ആ ഭൂമി ഒരു തോട്ടഭൂമിയായിരുന്നു. അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. സർക്കാരല്ല പറഞ്ഞത്. സർക്കാർ പറഞ്ഞില്ല നിങ്ങളെങ്കിൽ വേറെ ഭൂമി കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമിയിൽ വീട് വെക്കുകയോ, നിങ്ങൾ എടുക്കുന്ന ഭൂമി അത് കുഞ്ഞാലിക്കുട്ടിയും അവരുടെ കൂട്ടരും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നതാണ് അവരുടെ ഭൂമി. ആ ഭൂമിയിൽ അവിടെ വീട് വെക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. അതിനകത്തുണ്ടാകുന്ന നിയമത്തിൽ അവർ കാര്യം ഭൂമി എടുത്തോളാം എന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. അല്ല, സർക്കാർ പറഞ്ഞിട്ടില്ല നിങ്ങൾ എടുത്ത ഭൂമി മോശമാണ്, അവിടെ വീട് വെക്കാൻ അനുവദിക്കില്ല. സർക്കാർ എന്ത് ചെയ്യാനോ അതിനകത്ത്? ലീഗ് ഭൂമി കണ്ടെത്തി. അത് തോട്ടം ഭൂമിയാണെങ്കിലും കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുന്ന ഭൂമിയാണെങ്കിലും അവർക്കാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. അത് വൃത്തിയാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത് ലീഗിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ പറയുന്ന പോലെ ലീഗ് വളരെ കൃത്യമായിട്ട് ഇതിന് മുമ്പ് തന്നെ പ്രശ്നം ഉണ്ടായി എന്നുള്ള കാര്യമാണ്. അവരുടെ ഫണ്ട് പിരിവ് വളരെ കൃത്യമായിരുന്നു. ആ ഫണ്ട് പിരിവിൽ ആരും അതിനകത്ത് വെട്ടിക്കൽ നടത്തിയിട്ടില്ല. പിന്നെ ആകെ പ്രചരണങ്ങൾ മാത്രമാണ് നടന്നത്. ഇപ്പം വെറും 30,000 രൂപ വിലയുള്ള ഭൂമി 4 ഇരട്ടി വില കൊടുത്തിട്ടാണ് ആ ഭൂമി ഏറ്റെടുത്തത്. ഏതാണ്ട് 1,20,000 രൂപ ഒരു സെന്റിന് വില വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ കൃത്യമായി ഇവിടെ നടന്നു എന്നതിനപ്പുറത്തേക്ക് സർക്കാർ ഇടപെട്ടുകൊണ്ട് ആ ഭൂമിക്ക് തടസ്സമൊന്നും സൃഷ്ടിച്ചിട്ടില്ല. കാര്യം അവർ വാങ്ങിയ ഭൂമിയാണത്. അവിടെ സർക്കാർ എന്തിനാ തടസ്സം വെക്കുന്നത്? ആ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ നോക്ക്, സർക്കാർ ഞങ്ങൾ ഏതാനും വീടുകൾ മാത്രമേ വെക്കുന്നുള്ളൂ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. ഞങ്ങൾ ഏതാനും വീട് മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം വെച്ചു കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. അതാ രസം. കാരണം ഞങ്ങൾ അവകാശവാദമൊന്നുമില്ല. കാരണം ഞങ്ങൾ 100 വീട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി സതീശൻ, അതുകൊണ്ടാണ് ഈ വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു മാന്യതയുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. വി ഡി സതീശന് മുമ്പ് പറഞ്ഞെന്താ, ഞങ്ങൾ പറഞ്ഞിട്ട് കർണാടക സർക്കാർ 20 കോടി രൂപ ഇവിടെ കൊടുത്തു, 100 വീടിനുള്ള പൈസ ഇവിടെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള UDF കൂട്ടത്തിലുള്ള മുസ്ലിം ലീഗ് 100 വീട് വെക്കുന്നു, ഞങ്ങളൊരു 100 വീട് വെക്കുന്നുണ്ട്, മൊത്തം 300 വീടായി. പിന്നെ ആകെ 100 വീടാ സർക്കാർ വെക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇപ്പൊ മാറിയില്ലേ? കുഞ്ഞാലിക്കുട്ടിയുടെ വാക്ക് എങ്ങനെയാ? ഞങ്ങൾ ഏതാനും വീടുകൾ, ഏതാനും എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വീടുകൾ മാത്രം ഞങ്ങൾ വെക്കുന്നു, ബാക്കിയെല്ലാം സർക്കാർ വെക്കുന്നു. ഇതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാൻഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കുഞ്ഞാലിക്കുട്ടി ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം അതാ. ഇവിടെ നോക്കൂ, നമുക്കറിയാം അവരുടെ ലീഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ ഫണ്ട് പിരിവ് വളരെ കൃത്യമായി അവർ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ നോക്കുക, ഒട്ടും ലാഗില്ലാത്ത രീതിയിൽ 2 വർഷം ആകുന്നില്ല. അതിനു മുൻപ് തന്നെ അവർക്ക് സ്ഥലം കണ്ടെത്താൻ കുറച്ചധികം താമസം എടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ സ്ഥലം കണ്ടെത്തുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഏകദേശം വീടുകളുടെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പറയുന്ന പോലെ കോഴിക്കോടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് ചേർന്നിട്ടാണ് അവർ ആ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഈ സ്ഥലം കണ്ടെത്താൻ വന്ന ഈ ലാഗ് ഉണ്ടല്ലോ, ഈ ഒരു ടൈമും സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് അന്ന് ലീഗിന് സ്ഥലം കണ്ടെത്താൻ പറ്റാതിരുന്നതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. അത് കുഞ്ഞാലിക്കുട്ടി തിരുത്തിയില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗ് വളരെ ഈ പറയുന്ന പോലെ ലീഗിന് കുറേയധികം മാന്യതകളുടെ ഒരു ഭാവമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയം, ഈ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്താണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒന്ന് അവിടെ വേണം, ഒരു ആവശ്യം, നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തരാം എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി തിരിച്ചു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്നു. അങ്ങനെ അന്ന് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ഇതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങളുമായിട്ട് പാണക്കാട് തങ്ങളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പം തങ്ങൾ പറഞ്ഞു വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കിട്ടുന്ന മന്ത്രിസ്ഥാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 5 മന്ത്രിമാരെന്ന് പറയുന്ന ഒരു വലിയ ഒരു ആവശ്യം അങ്ങോട്ട് വെച്ചു. അപ്പോഴാണ് അവിടെ അന്നുണ്ടായിരുന്ന
എനിക്ക് തോന്നുന്നു ആര്യാടൻ മുഹമ്മദ് അന്ന് എനിക്ക് തോന്നുന്നു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്, ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പറ്റില്ല, 5 മന്ത്രിമാരെ ലീഗിൻ്റെ 5 മന്ത്രിമാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആ ഭരിക്കുന്ന അവസാനത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF മന്ത്രിസഭയായിരിക്കും ഉമ്മൻചാണ്ടിയുടേത് എന്ന് പറയുന്ന വിവാദപരമായ ഒരു പ്രസ്താവന പറഞ്ഞത് പിന്നെ ഇദ്ദേഹമാണ്, ആര്യാടൻ മുഹമ്മദാണ്. ഇന്ന് ആ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം പണിയെടുത്തവരാണ് ഈ മുസ്ലിം ലീഗുകാർ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഏത് ഘട്ടത്തിലും ഒരു പിന്നെ ഈ പറയുന്ന ഒരു ചതിയുടെയും വഞ്ചനയുടെയും പൊളിറ്റിക്സ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അവർ. എന്നിട്ട് ആ സമയത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ലീഗിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നോക്കൂ, നമ്മൾ ലീഗിൻ്റെ ഒരു ഇതെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് 0ആണ്. അതായത് ഒരു മലബാർ മേഖലയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സീറ്റുകളുടെയും ഇപ്പൊ സിദ്ദിഖി വയനാട് കൽപ്പറ്റയിൽ കഴിഞ്ഞ തവണ ജയിച്ചത് ആരുടെ പച്ചകൊണ്ടാ? ലീഗിന്റെ പച്ചകൊണ്ടാണ് അവിടെ ജയിച്ചത്. പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ MP ആയിട്ട് അഭിഷിക്തയായ കാര്യം എന്താ? ലീഗിന്റെ വോട്ടാണ് അവിടെ കിടക്കുന്നത് മുഴുവൻ. അങ്ങനെ നോക്കൂ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ജയിച്ചത് എങ്ങനെ? ലീഗിന്റെ സീറ്റാണ്. അവിടെ നമ്മൾ നോക്കൂ, പാലക്കാട് നമ്മുടെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എങ്ങനെയാണ്? ലീഗിന്റെ വോട്ടുകളാണ്. അപ്പൊ ലീഗിന്റെ വോട്ടുകൾ കൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ പലരും ജയിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ഈ ലീഗിന് അർഹിക്കുന്ന പരിഗണന, സീറ്റ് കൂടുതൽ വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ലീഗിന്റെ ആവശ്യം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സീറ്റ് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റകക്ഷിയായിട്ട് മത്സരിക്കും. അവർക്ക് ഈസി ആയിട്ട് പറ്റുമല്ലോ. ഈ ലീഗ് പോയി കഴിയുമ്പോഴാണ് സംഭവിക്കാൻ പോണത്, ലീഗ് പലയിടങ്ങളിലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പിന്തുണ എല്ലാം പിൻവലിക്കും. ലീഗിന്റെ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ മത്സരിക്കുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർക്കും ഭൂരിപക്ഷം കണ്ടെത്താനോ വിജയിക്കാനോ കഴിയില്ല. അത് പച്ചയായ പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പം ആ രീതിയിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവാണെങ്കിലും അവർക്ക് അർഹതയുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം. കൂടുതൽ സീറ്റുകൾ ചോദിക്കാനും കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും അവർക്ക് അർഹതയുണ്ട്. പക്ഷേ ഒരിടത്തും ലീഗ് ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ കാലുവാരിയിട്ടില്ല എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ്. എന്നാൽ ഈ കോൺഗ്രസ്സുകാർ ലീഗുകാർ നിൽക്കുന്ന ലീഗിന് വലിയ പ്രസക്തി ഇല്ലാത്തതും എന്നാൽ കോൺഗ്രസിന് വലിയ പ്രാധാന്യമുള്ളതുമായ വോട്ട് ബാങ്ക് ഉള്ളതുമായ പ്രദേശങ്ങളിൽ ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് തോൽപ്പിക്കും. ഇത് അവിടെ നടക്കുന്ന ഒരു കള്ളക്കളിയാണ്. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ലീഗിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാന്യതയുണ്ട്, രാഷ്ട്രീയ മര്യാദയുണ്ട്. ആ മര്യാദ അനുസരിച്ചായിരിക്കും ലീഗ് എപ്പോഴും നിൽക്കുന്നത്. ഇതിനകത്തും വ്യക്തമായ നിലപാടാണ് പറഞ്ഞത്. ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുന്ന ഏതാനും വീടുകൾ മാത്രമാണ്, അതേസമയം സർക്കാർ വീട് വെച്ചു കൊടുക്കുന്നു, സർക്കാർ നമ്മളുടെ ഭാഗമാണ് എന്ന് കൃത്യമായി പറയാൻ കാണിക്കുന്ന ഒരു ആർജവം കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ മര്യാദ. അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നെ കോൺഗ്രസ്സുകാർ പറഞ്ഞ അതേ ആക്ഷേപം ഉയർത്താമായിരുന്നു. കാര്യം എന്താ? ഞങ്ങൾ ഭൂമി കണ്ടെത്തിയപ്പോൾ സർക്കാർ അതിനെതിരെ നിന്നു എന്ന് മാത്രമല്ല, ഇവിടെ പറഞ്ഞെന്താ, സർക്കാർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ അനുകൂല കാര്യങ്ങളും ചെയ്തു എന്നാണ്, ഞങ്ങളെ പിന്തുണയ്ക്കുക കൂടി ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടി. അതിന്റെ അർത്ഥം കുഞ്ഞാലിക്കുട്ടി വസ്തുതകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു, ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് അങ്ങോട്ട് ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ മത്സരബുദ്ധി കാണിക്കാതെ അവർക്ക് കിട്ടിയ അല്ലെങ്കിൽ അവർ വാങ്ങിയ സ്ഥലത്ത് അവർ വീട് പണി തുടങ്ങുകയും ആ വീട് പണി ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എനിക്കത് മാർച്ച് മാസത്തോടു കൂടി ആ വീടുകൾ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് കൈമാറാനും സാധിക്കും. ഇത് വളരെ കൃത്യമാണ്. എന്നാൽ നമുക്കിവിടെ എല്ലാവർക്കുമുള്ള ഒരു ആശങ്ക എന്താണെന്നറിയോ? വീടുകൾ വെക്കുന്നുണ്ട്. ഇനിയിപ്പം നോക്കിയോളൂ, ഇപ്പം 100 വീട് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ വീട് വെക്കുന്നു. ഈ കോൺഗ്രസ്സുകാർ വീട് വെക്കുന്ന സാഹചര്യത്തിൽ ഈ കോൺഗ്രസ്സുകാർ 100 വീടാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതുവരെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കണക്കുകൾ ഏറെക്കുറെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്ന 3 ഏക്കറും 24 സെൻറ്റും ഇനി അങ്ങോട്ട് ഏകദേശം 2.14 സെൻറ്റ്, അതായത് 2 ഏക്കർ 14 സെൻറ്റ് പ്രോപ്പർട്ടി ഇനിയും വാങ്ങാനുള്ള കാര്യത്തിലാണ് നീങ്ങുന്നത്. ഇനി ഒരു 5 ഏക്കർ ഭൂമി കൂടി വേണ്ടി വരും. അപ്പോൾ ഇതിലെല്ലാം കൂടി ചേർത്തിട്ടാണ് 100 വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3.25 ഏക്കറിനകത്ത് 100 വീട് പോയിട്ട് 50 വീട് പോലും നിൽക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പറയുന്ന ഈ ഭൂമി ഇത്രയും ഏറ്റെടുക്കാൻ കിടക്കുന്നു. അപ്പം ഇതുവരെ ചർച്ചയൊന്നും എത്തിയിട്ടില്ല ഈ ഭൂമി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ പറയുന്ന വീട് യാഥാർത്ഥ്യമായി എന്ന് തന്നെ കരുതുക. അതായത് കോൺഗ്രസ്സുകാർ വെക്കാൻ പോകുന്ന വീട് 100 വീടും 130 വീട് പൂർത്തിയായി എന്ന് വെക്കുക. അക്ഷരാർത്ഥത്തിൽ പറയേണ്ട 230 വീടുകളാണ്. ഒന്ന് നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഓഫർ ചെയ്ത 100 വീട്, കോൺഗ്രസ് KPCC ഓഫർ ചെയ്ത 100 വീട്, യൂത്ത് കോൺഗ്രസ് ഓഫർ ചെയ്ത 30 വീട്, അങ്ങനെ മൊത്തം 230 വീടുകളാണ് അവിടെ വരേണ്ടത്. ആ 230 വീടുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ ആൾക്കാരുണ്ടോ? ഗുണഭോക്താക്കളില്ല.
കാര്യം സർക്കാർ വെച്ചു കൊടുക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ഗുണഭോക്താക്കളുണ്ട്. 412ഓളം വീടുകളാണ് സംസ്ഥാന സർക്കാർ അവിടെ വെച്ചു കൊടുക്കും ടൗൺഷിപ്പ് വഴി. ഇത് കൂടാതെ മുസ്ലിം ലീഗ് 100 വീട് വെച്ചു. അപ്പൊ തന്നെ എത്രയായി? 512 വീടായി. ഇത് കൂടാതെ എറണാകുളം ജമാ മസ്ജിദും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഈ പറയുന്ന മുസ്ലിം സംഘടനയും അവിടെ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു. അപ്പം ഈ ഇത്രയും വീടുകൾ ചേർന്ന് വരുമ്പോൾ ഏകദേശം 650-650 വീടുകൾ അപ്പൊ തന്നെ അവിടെ ആയിക്കഴിഞ്ഞു. വീണ്ടും ഒരു 250-230 വീട് എന്ന് പറയുമ്പോൾ കണക്ക് എത്ര പോയി എന്ന് പറയാം? 1,800 വീടുകളായി. ഇത്രയും വീടുകൾ താമസിക്കാൻ ആളുണ്ടോ? ഇല്ല. അപ്പൊ ഈ വീടുകളുടെ ഗുണഭോക്താക്കളെ എങ്ങനെ കണ്ടുപിടിക്കും? ആരാണ് ആ ഗുണഭോക്താക്കൾ? ഒരാൾക്ക് 2 വീട് ഒരേ സമയം ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഈ സർക്കാരിന്റെ ടൗൺഷിപ്പിനകത്തുള്ള ഒരു വീടും കോൺഗ്രസിന്റെ ഒരു വീടും എടുക്കാൻ പറ്റില്ല. അവർക്ക് നിയമപരമായി അതിന് പറ്റില്ല. കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആരുടെ കണ്ണി പൊടിയിടാനാണ് കോൺഗ്രസ് ഈ പണി കാണിക്കുന്നത്? ആരുടെ കണ്ണി പൊടിയിടാണ് ഈ ശിലാസ്ഥാപനം നടത്തിയത്? അതാ പറഞ്ഞത്, കല്ലിടൽ അവർ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഇത് വീടാകും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത്, ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള വെറും ഒരു നാടകം. ഇവര് നാടകം, ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ അഭിനയം പഠിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരനായ മതി എന്ന് പറയുന്ന പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ വെറും ഒരു നാടകം എന്നതിനപ്പുറത്തേക്ക് ഇതിന് പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ ലീഗ് എന്ന് പറയുന്ന, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ വ്യക്തിത്വവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സർക്കാരിനോട് മത്സരിക്കാൻ പോവുകയല്ല കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന. ചെയ്ത് അവർ പണം പിരിക്കുന്നു, അവർ നടപ്പിലാക്കി അവർ വളരെ വ്യക്തമായി ഫാക്റ്റുകൾ കൊണ്ട് അവർ സംസാരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഫാക്റ്റുകൾ ഇല്ലാതെ അവർ സംസാരിക്കുന്നു. നമ്മൾ ഒന്നാലോചിച്ച്, കൊട്ടിഘോഷിക്കലോ വല്ലതും മുസ്ലിം ലീഗ് വീടിന് കല്ലിട്ട സമയത്ത് അതൊക്കെ ഉണ്ടായോ? എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ വലിയൊരു പരിപാടി നടത്തിക്കോ ദേശീയ നേതാക്കന്മാർ വന്നിട്ട് കല്ലിടുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു കൊട്ടിഘോഷിക്കലും ഇല്ലാതെ ഒരു കല്ലിടിയിൽ ചെല്ലുമ്പോൾ അത്, പക്ഷെ അന്ന് പിന്നെ മീഡിയ വൺ അടക്കമുള്ള പത്രങ്ങളിലൊക്കെ പിന്നെ ചാനലിലൊക്കെ വാർത്തയൊക്കെ വന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ വലിയൊരു ബിഗ് പ്രോഗ്രാം ആക്കി മാറ്റി കല്ലിടിയിൽ നടത്തിയിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെ വലിയ പരിപാടിയാക്കാതെ, പക്ഷെ അവർ അവരുടേതായ ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സ് എവിടെയോ ഒരു ഇടർച്ചയുണ്ട് എന്ന് പറയാതിരിക്കാനും തരവില്ല.